11 മണിക്ക് ബോട്ട് ഹൗസിൽ പി. നിൽക്കവിടെ. ബോട്ട് ഹൗസ് കാണാനും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനൊന്നും അല്ല ഞാൻ ഇത്രയും നേരം അവിടെ പോയിരുന്നത്. നോക്കണ്ട, ഞാനാ വിവേക്. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. സ്വന്തം കൈയക്ഷരം വായിച്ചു നോക്ക്. ഇന്ന് വൈകിട്ട് 3:30 ബോട്ട് ഹൗസിൽ വരണം. പാർവതി ആയാലും മഹാലക്ഷ്മി ആയാലും വന്നിരിക്കും. വിവേക്, അവൾ എന്ത് പറഞ്ഞു? ഒന്നുമില്ലടേ. എന്തായിരുന്നടേ അവളുടെ ഒരു മൂഡ്? ഹാപ്പി ഓർ സാഡ്? എങ്ങനെ? നല്ല സ്മാർട്ടായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിരുന്നോ? പിന്നെ ജീൻസും ബനിയനും ഗോഗിൾസും വെച്ച് ദുബായ് ആൻഡിയെ പോലെ അല്ലടാ വിവേക്? എന്തൊന്നും പറയാത്തത്? പ്രശ്നം അലമ്പായോടെ? അവന്റെ നിൽപ്പണ്ട അറിഞ്ഞൂടെ പാർവതി വന്നിട്ടില്ലെന്ന്? പാവം. നീ എത്ര നേരം വെയിറ്റ് ചെയ്യടേ? നാളെ 11 മണിക്ക് ബോട്ട് ഹൗസിൽ കാണാം. പി. പാർവതിയെ പോലെ തന്നെ കയ്യക്ഷരം അല്ലടാ ബിജു? നല്ല ഭംഗി. അപ്പൊ ഇതോ? സ്വന്തം വിവേകിന് വേണ്ടി പാർവതി എഴുതിയ ക്ഷണക്കത്ത്. അപ്പൊ നീയാണല്ലടാ പട്ടി അത് എഴുതിയത്? നീ പോയിന്ന് ചമ്മിപ്പ നിനക്ക് വിഷമമുണ്ടല്ലടാ? അതുപോലായിരുന്നു അന്ന് ആനിവേഴ്സറി എനിക്കും. എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്റെ കോളിൽ എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞെന്ന് എഴുതി നീലവൾ ചിരിച്ചില്ലടാ. എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞത് ഇപ്പോഴാടാ. രഘുവിനോട് കളിച്ച എന്നേലും വിവരം അറിയും. അയ്യോ മാല പോയി. മാല
നീ ഇത് ചെയ്തതിനെ ചമ്മിച്ചു തന്നെ വെച്ചോളൂ. ഇതോടെ നിന്റെ പ്രശ്നം തീർന്നല്ലോ. ആ പെണ്ണിനെ വളയ്ക്കുന്ന കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം. അല്ല രഘു, എന്റെ ഫ്രണ്ട് എന്നെ കളിപ്പിക്കാൻ എഴുതിയായിരുന്നു അത്. ഞാൻ വിചാരിച്ചു അത് പാർവതി എഴുതിയാണെന്ന്. ഞാൻ തന്നോട് ദേഷ്യപ്പെടുകയും ചെയ്തു. അല്ല, ഞാനങ്ങനെ ആരോടും ദേഷ്യപ്പെടാറില്ല. പക്ഷെ ഇന്ന് ഞാൻ അറിയാതെ രഘുവായിട്ട് പിന്നെ ഇടിയൊക്കെ ആയി. അതാ ഷർട്ട്ലി അഴുക്ക്. അവന്റെ മാനയും പൊട്ടി. സോറി പാർവതി. സോറി പാർവതി, മേലിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓരോ വയ്യാവേലി ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നോളൂ. അല്ല പക്ഷെ രഘുവിന് അത് ചെയ്യാൻ കൊള്ളാമോ? അല്ല മാഷെ, അതിപ്പോ ചുമ്മാ ഇരുടേ. ഇപ്പൊ അതല്ല പ്രശ്നം. 3:30 മണിക്ക് ബോട്ട് ഹൗസിൽ വരാൻ നീ പറഞ്ഞപ്പോ ആ കുട്ടി വന്നു. വന്നു. എന്തുകൊണ്ട് വന്നു? ഒന്നും കൊണ്ടുവന്നില്ല. അതല്ലടേ, അവള് വരാനുണ്ടായ റീസൺ അതാ ഞാൻ ചോദിക്കുന്നത്. നിന്നെ പേടിച്ചിട്ടാണോ? ഒരുപക്ഷെ. അതല്ല മാഷെ, പിന്നെ കാറ്റോളാണോ? ഒരുപക്ഷെ. ഒരു പക്ഷേ അല്ല, 1000 പക്ഷേ പറഞ്ഞാലും ശരി, അതൊന്നുമല്ല ആ കാര്യം. പിന്നെ ഈ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുന്നത് എന്തുകൊണ്ട്? ഇലക്ട്രിസിറ്റി. കറക്റ്റ്. അപ്പൊ എന്ത് മനസ്സിലായി? ദ ഇൻവിസിബിൾ ഇലക്ട്രിക്കൽ എനർജി ഈസ് ദേർ. അതുപോലെ ഇൻ ദ ബോട്ടംസ് ഓഫ് ഹെർ ഹാർട്ട്, അവളുടെ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്നോടുള്ള സ്നേഹത്തിന്റെ വൈദ്യുതി ഉണ്ട്. അതുകൊണ്ടാണ് അവൾ വന്നത്. എടാ, ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ആ കുട്ടിയോട് നേരിട്ട് ചോദിക്കുക. അവളുടെ മുഖം കാർത്തിക വിളക്ക് പോലെ തെളിയുന്നത് കാണാം.